വയനാട് DCC ഓഫീസിൽ പരിശോധന. ND അപ്പച്ചനുമായാണ് പോലീസ് പരിശോധനയ്ക്കെത്തിയത്. DCCയിലെ രേഖകൾ പരിശോധിച്ചു. അനൂപ് KR ചേരുന്നു. അനൂപ്, ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ പരിശോധനയാണ് പോലീസ് സംഘം നടത്തിയിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? DCC പ്രസിഡന്റ് NM വിജയന്റെ മരണത്തിൽ വയനാട് DCC ഓഫീസാണ് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തിയിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കേസിലെ രണ്ടാം പ്രതി DCC പ്രസിഡന്റ് ND അപ്പച്ചനുമായാണ് ഈ പരിശോധന അല്പസമയം മുൻപ് നടന്നത്. ഏതാണ്ട് ഒരു 4 മണിയോടുകൂടി ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടെയായിരുന്നു ബത്തേരി DYSP ഓഫീസിൽ നിന്ന് കൽപ്പറ്റ DCC ഓഫീസിലേക്ക് എത്തിച്ച് പരിശോധന നടത്തിയത്. ബത്തേരി DYSP അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവിടെയും പരിശോധന നടത്തിയത്. DCC ഓഫീസിൽ നിന്ന് വിവിധ രേഖകളും NM വിജയൻ ട്രഷററായിരുന്ന കാലത്തെ മിനിറ്റ്സ് ബുക്കുകളും പോലീസ് സംഘം പരിശോധിച്ചു. ഇന്നലെ KK ഗോപിനാഥന്റെ വീടും അതോടൊപ്പം ബാങ്ക് മുൻ ചെയർമാൻ സണ്ണി ജോർജിന്റെ വീടും പോലീസ് റെയ്ഡ് നടത്തി വിവിധ രേഖകൾ പിടിച്ചെടുത്തിരുന്നു. ഏതായാലും അതിൽ തുടർച്ചയായാണ് ഇന്ന് ഈ ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടെ ND അപ്പച്ചനുമായി DCC ഓഫീസിൽ പരിശോധന നടത്തിയത്. ഇവിടങ്ങളിൽ നിന്നും അതായത് KK ഗോപിനാഥന്റെ വീട്ടിൽ നിന്നുമെല്ലാം വിവിധ രേഖകൾ പിടിച്ചെടുത്തതിന് പിന്നാലെ ഇവിടെ നിന്നും ചില രേഖകൾ പോലീസ് വിധത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതേസമയം ND അപ്പച്ചന്റെയും KK ഗോപിനാഥന്റെയും ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. നാളെയും സമയബന്ധിത കസ്റ്റഡി തുടരും. ആവശ്യമെങ്കിൽ മറ്റ് കോൺഗ്രസ് ഓഫീസുകളിലും നാളെ ഇവരുമായി പരിശോധന നടത്താനുള്ള തീരുമാനം പോലീസിനുണ്ട്. ഏതായാലും കോടതി നിർദ്ദേശിച്ച മുൻകൂർ ജാമ്യ പരിഗണിച്ച് അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച് കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അനുവദിച്ച സമയബന്ധിത കസ്റ്റഡി ഇരുവരുടെയും കസ്റ്റഡി നാളെ അവസാനിക്കുകയാണ്. 3 ദിവസമാണ് ഇവർ രാവിലെ മുതൽ വൈകിട്ട് വരെ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നത്. വ്യാഴാഴ്ച മുതൽ IC ബാലകൃഷ്ണൻ, കേസിലെ ഒന്നാം പ്രതി IC ബാലകൃഷ്ണനെ സമയബന്ധിത കസ്റ്റഡിയിൽ വിധേയമാക്കി ചോദ്യം ചെയ്യൽ നടത്തും. ഏതായാലും ആ ദിവസങ്ങളിൽ ഹാജരാകാൻ IC ബാലകൃഷ്ണനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. IC ബാലകൃഷ്ണനെയും ഇതുപോലെ അദ്ദേഹത്തിന്റെ വീട്ടിലോ മറ്റോ രേഖകൾ അനുബന്ധ തെളിവുകൾ ആവശ്യമാണെങ്കിൽ അവിടേക്ക് കൊണ്ടുപോകാനും മറ്റും സാധ്യതയുണ്ട്. ഏതായാലും KK ഗോപിനാഥിന്റെ വീട് സെർച്ച് ചെയ്തതിന് അല്ലെങ്കിൽ റെയ്ഡ് ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ DCC ഓഫീസിലും പോലീസ് സംഘം പരിശോധന നടത്തിയിരിക്കുന്നത്. ശരി, അനൂപ് KR ആണ് വിവരങ്ങൾ നൽകിയത്.